അസ്സലാമലൈക്കും റൂബി ഹിബ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ എന്തിനൊക്കെ ഓർമ്മണ്ടോ നമ്മള് പൂള പുഴുങ്ങിയത്? അപ്പൊ ഇന്ന് വേറെ ഷെഫായി ഞങ്ങൾ വേറൊരു കുക്കിംഗ് ആണല്ലോ ചെയ്യാൻ പോകുന്നത്. കണ്ടോ നോക്കുക മീമി ഫിഷ്. ഇതിന് പേരെന്താ അറിയില്ല കേട്ടോ ഗൈസ്. ഇന്ന് ഉമ്മ കടയിൽ പോയിട്ട് വാങ്ങിട്ട് വന്നത്. ഞങ്ങൾ അറിയില്ല വരഞ്ഞിട്ടൊക്കെ മുറുക്കിട്ടൊക്കെ ഉണ്ടാക്കാൻ പോവാണ്. പൊരിക്കാൻ പോകുന്നത് മുറുക്കിനിൽ വരഞ്ഞെടുക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ഉണ്ടാക്കിയാലോ? കമോൺ. അതിന് നമുക്ക് റുബിനെ കൊണ്ട് പഠിപ്പിക്കാം. എന്താ പറയുക എന്നിട്ട് കൈ കണ്ടോ പൊട്ടിക്കാന്ന് ഗൈസ്. ഈ വിത ആക്കാൻ പറ്റില്ല, പരിക്കാൻ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. എപ്പോഴും പൊട്ടലാണ് ഇങ്ങനെ പൊട്ടാണ്. അപ്പൊ നമുക്ക് റുബിത്താത്തനെ കൂടെ ചെയ്യിപ്പിക്കാം. ലെറ്റ്സ് ഗോ. ഞാൻ എടുക്കട്ടെ ഗൈസ്. നീ ഓരോന്നും എനിക്ക് എടുത്താ ഞാൻ ചെയ്യാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെ നമുക്ക് പറഞ്ഞു എടുത്ത് വലിച്ചെറിയണ്. ഒരു പാത്രം ഇഞ്ചി വിടുന്നുണ്ടല്ലേ? അതൊക്കെ എന്തിനാ കമ്മി തോന്നും. എനിക്ക് ഇതൊക്കെ ജോലി കിട്ടും. അത് മുറിക്കാണ്ട് ഞാൻ പറഞ്ഞില്ലേ? അത് മിക്സിയിലിട്ട് അടിക്കാനാണ്. അപ്പോ ഈ വെളുത്തുള്ളി മാത്രം ഒന്ന് ശരിയാക്കിയാൽ മതി. കൈ തട്ടണ്ട കേട്ടോ. എനിക്ക് ഉള്ളി തടിക്കുക അങ്ങനെയൊക്കെ ഇഷ്ടമാണ് ഗൈസ് വീഡിയോ എടുക്കാൻ ഫോൺ കൊടുക്കാത്തതിൻ്റെതാണ്. അതിന് തൊലിച്ചു കഴിഞ്ഞോ? എന്ത് കൊടുത്തുടി പോകുന്നുണ്ട്. ഈ എല്ല് വരം വെക്കാനല്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടോ. കൊടുക്കില്ലേ ഈ എല്ല് വിലയില്ലാത്തത് എപ്പോഴും കൊടുക്കാനായി. അപ്പൊ അത് മാറാൻ വേണ്ടിട്ട് ഒന്ന് പറയട്ടോ. കഴിഞ്ഞു നമുക്കത് ഉമ്മാക്ക് കൊടുക്കാം. കഴിച്ചു ഉമ്മ ഉണ്ടാക്കുക ഞങ്ങളുടെ കണ്ണു. അപ്പൊ ഇനി നമുക്ക് ജീരകം ഇടാട്ടോ ഗൈസ് മിക്സിയിലേക്ക്. പിന്നെ ഇതില് നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെളുത്തുള്ളി, ഇഞ്ചി, വെള്ളിയുള്ളിയൊക്കെയാണ് കേട്ടോ. അപ്പൊ എന്നാ ഈ പടത്തെ ഞാനല്ലോ ഇമ്മച്ചി ഇനി ഇത് മിക്സിയിലിട്ട് അടിക്കുമ്പോ പാടുള്ളേ. അപ്പൊ അത് ഞങ്ങൾ അരച്ചെടുത്തിട്ട് ഗൈസ് ഉമ്മയാണ് അരച്ചത്. ഇനി എന്താ മുളക് പൊടി അതൊക്കെ ഇടാണ്ടല്ലോ. ഞങ്ങളെ ഇട്ടാല് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഉമ്മ ഇതാ ചെയ്യൂട്ടാ. നീ കണ്ടിരുന്നു അതില് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. വിചാരിച്ചു കുറച്ച് തിന്നോക്കണം. ഇവയ്ക്ക് തിന്നാ ഞങ്ങൾ വാങ്ങിയ മീന് അതിനെ കുളിപ്പിക്കാൻ പോകുന്നത് മസാലയിൽ ഞങ്ങൾ കുളിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണോ കേട്ടോ? പോയി പുറത്ത് പോയത് എടുക്കാൻ പാടില്ല. നമുക്ക് നാളെ ഹോസ്പിറ്റലിൽ പോവാം. പുറത്ത് പോവുക. ഗൈസ് എന്റെ കണ്ണടിച്ചു പോയി ഗൈസ്. എനിക്ക് വേണം ഫോണിൽ ആയിട്ട്
അപ്പോൾ നമ്മൾ ഒരു മീനിൻ്റെ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞതായി ഡ്രസ്സ് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് മാറ്റി കൊടുത്തൂലേ. ഇഷ്ടമായ മീനിന്റെ കുപ്പായം മേക്കപ്പ് ചെയ്യടി മീൻ. നമ്മ കല്ലടിക്കോട് മാർക്കറ്റിൽ നിന്ന് വാങ്ങി. എപ്പോഴാ പോയി മീൻ വാങ്ങി? ഞാനും പോയി നീ പോയിരുന്നു? പുള്ളിക്കേറ്റണ്ടേ പുള്ളിക്കേറ്റണ്ടമ്മ എത്ര പേരുണ്ടാവും. എന്തായി മോളെ? അപ്പോൾ എൻ്റെ ആത്മാവൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും. എന്തൊക്കെയാ പറയുന്നത്? ഇവിടുത്തെ ഒറ്റ കഥ അത് ഞങ്ങളുടെ ബാക്ക് കഴിഞ്ഞു. അങ്ങനെ മീനിന്റെ പരിപാടി കഴിഞ്ഞിട്ടായി. ഫിനിഷ്. എല്ലാവരെയും കുളിപ്പിച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ബാക്കി മസാല കണ്ണേരിയിൽ പോയി കഴിക്കലമില്ല. ഇനി ഇത് പിടിക്കാൻ വേണ്ടി കുറച്ച് നോക്കണ്ടേ? നമ്മള് എനിക്ക് മീൻ കണ്ട അപ്പൊ വിശക്കും. മീൻ നല്ല ഇഷ്ടമാണ്. അപ്പൊ ഒന്നുണ്ടല്ലോ, ഒന്ന് മോരുകറി മാത്രമേ ഉണ്ടായിരുന്നു ചോറിന്. അപ്പൊ എനിക്കാണെങ്കിൽ പപ്പടം ഉണ്ടായിരുന്നു. പക്ഷെ പപ്പടം പെട്ടെന്ന് കഴിഞ്ഞു കഴിച്ചു. അതുകൊണ്ട് എനിക്ക് മീൻ കറി എന്ന് പറഞ്ഞാൽ ജീവന്റെ ജീവനാണ്. അപ്പൊ ഈ 2 മീനിലൊരു മീൻ കറി, ഒന്ന് മീൻ കറി ഉണ്ടാക്കാൻ വെക്കാന്ന് പറഞ്ഞപ്പോ പറഞ്ഞു പറ്റൂല, ഇന്ന് 2 മീൻ പൊരിച്ചാണ് ഇങ്ങനെ അടിപൊളിയാണ്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. മാറിയിരിക്കണം കൈ ഓടിക്കൂ. അങ്ങനെ കറിവേപ്പില അങ്ങനെ അതെ കൊള്ളൂന്നറിയില്ല. വലിയ മീനാണ് കൈ. അതാണ് അതിനെ കൊള്ളത്. മീനെ എന്തിനിങ്ങനെ നീ വളർന്ന് അതെ നമുക്ക് ആര് പറഞ്ഞാൽ ഡ്രോഡ അല്ല നല്ല കണ്ണേരിടുമ്മ ശരിയാകുമ്മ. ഇതെന്താ അറിയാ, ഞങ്ങള് ഈ വലിയ മീൻ വാങ്ങിയത് ഞാൻ എല്ലാ വീടും കാണും. എന്താ അറിയോ, ഇങ്ങനെ മീൻ പൊരിക്കണതും പത്ത് പൊരിക്കണതും വന്നിട്ട് എന്താ എനിക്ക് നല്ല കൊതി വന്നു. എന്റെ മറ്റേ ചോദിച്ചു നടക്ക് ഉമ്മ ഞാൻ ചോദിച്ചില്ലേ അപ്പൊ ചോദിച്ചപ്പോ വീട്ടിൽ എല്ലാവർക്കും വന്നു. അപ്പോഴാണ് നമ്മൾക്ക് ബുദ്ധി വന്നു. ബുദ്ധി ഇല്ലാത്തപ്പോഴില്ല കേട്ടോ, ബുദ്ധിക്കുണ്ട്. നല്ല മീൻ, അടിപൊളി മീൻ. ഉമ്മന്റെ രാത്രി മീനായിട്ട് കഴിക്കാൻ നിങ്ങൾ വാ, സെറ്റാക്കാം. അല്ലമ്മ ഉമ്മനെ ഏത് കേട്ടിട്ട് ഞാൻ അതിന്റെ അപ്പുറത്തേക്കോ ബഹരാശത്തിൽ എത്തിക്കാം. അപ്പൊ നമ്മള് മീൻ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണ്ട്. വരുന്നുണ്ടോ? അപ്പൊ ഞങ്ങക്ക് നല്ല ആഗ്രഹമാണ് കഴിക്കും. ഇങ്ങനെ എല്ലാരും കുടിക്കുമ്പോ ഇങ്ങനെ എടുക്കും, ഇതാക്കിട്ട് എടുക്കുമ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ ആ പുഴയെ പോയിട്ട് അവിടുന്ന് പോയിട്ട് വരാം. അപ്പൊ അവിടെ പോയിട്ട് ഉണ്ടാക്കിയാൽ നല്ല വൈബായിരിക്കും. ഡൗട്ട് ഈ മീന വലുത് ആ മീന വലുത്. നമുക്ക് പാന് മാറ്റാട്ടോ, അല്ലെങ്കിൽ സെറ്റ് ആവില്ല. കുറച്ച് വീണാവട്ടെ ആയിട്ട് വീണാണ്. നീ ഒരു കുറച്ച് ആ പാത്രം ഉണ്ടല്ലോ ഇങ്ങനെ വെച്ച പോലെ അതിനുള്ളൂ അതിന് തന്നെ ഞാൻ ഇതിൽ കൊള്ളണം. അപ്പൊ ഞാൻ മറക്കുന്നത്
വാലിനൊന്നും സംഭവിച്ചിട്ടില്ല. ബത്ത് ജസ്റ്റ് നീങ്ങിയിരിക്കും. ഇങ്ങോട്ടോ മീനിന്റെ മേലെ കയറിയിരിക്കും. ഇങ്ങോട്ട് നീങ്ങാൻ പറയുമ്പോ അങ്ങോട്ട് നീങ്ങും. നല്ല കുട്ടിയാ. എനിക്ക് ആ ഒരു സൈഡില്. അപ്പൊ ഒരു സൈഡില് വാലൊഴിച്ച് ബാക്കി എല്ലാ ഭാഗവും നല്ല വെന്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അതെ guys. ഇനി അവിടത്തെ നാട്ടെ കഴിക്കും. ഇനി മറ്റേ മീൻ കൂടി പൊരിച്ചാലോ? അയ്യോ എന്നിട്ട് പിടി പിടിക്കണം വെളുത്തുള്ളി സവാള ഇടണം. ഇങ്ങനെ അടിപൊളി സ്കെയിലാക്കിയിട്ട് നമ്മൾ സെർവ് ചെയ്യണം കേട്ടോ. നമുക്ക് മറ്റേ ഇത്തിരി കോർത്തിടണം. ഇന്നത്തെ സ്പെഷ്യൽ മീൻ ഫ്രൈ. ഇതെടുക്കണ ഇതാണ് ദോശ തവ. കണ്ടോ വിരലും കൊണ്ട് എടുക്കാൻ പറ്റും. പക്ഷേ കയ്യുവേദനിച്ചൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. ചേച്ചി അപ്പൊ ഇനി നമുക്ക് എണ്ണയിട്ടു. അത് തിളച്ചിട്ട് ഇമ്മ ഈ മീൻ അഴിക്കിടുന്നുണ്ടോ? ഞങ്ങൾ പെട്ടെന്ന് തന്നെ കേട്ടോ. അപ്പൊ നമുക്ക് ആ മീൻകുട്ടനെ സമാധാനായിട്ടുണ്ടാവും. അപ്പൊ നേരെ വന്നു എന്റെ കുട്ടിട്ടോ. ആ മീൻ വിചാരിക്കുന്നുണ്ടാവും നേരെ ഇരിക്കില്ല. അയ്യോ എന്തിനാ അത് ഓഫാക്കി? എന്താ നിന്നോട് ഞാൻ ഓഫാക്കി ഓണാക്കരുതേ വർക്കുണ്ടാവും. പൊന്തില്ലേ ഈ മീനിനെ പിന്നെ പൊരിച്ചല്ലേ? അതിന്റെ വയറ് നല്ല വലുതമ്മ. ഇവൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവനെ കുറച്ചുകൂടി വരില്ലേ? തടിയുള്ള കുട്ടി. അതിനെ പോലെ തടിയുള്ള കുട്ടി. ഈ മീൻ ഞാൻ അപ്പൊ കൂടി അത് ഏകദേശം ശരിയാ. എന്താ ഉമ്മ ഈ മീൻ മൊത്തം ഞാനേ കിട്ടുന്നത് കാര്യമില്ല കേട്ടോ. ആയിക്കോട്ടെ. എന്നാ നീ ഒന്ന് കഴിച്ചോ നോക്കട്ടെ. ഇല്ലേ ഇതിന് മേലെ കൂടെ നാരങ്ങ ഒഴിക്കാൻ പറ്റുമോ? എന്തിട്ടല്ലേ വേവട്ടെ. വല്ല ആവശ്യമുണ്ടോ? ഇത് നീങ്ങി ബാഡ് കമന്റ് വരിക. എനിക്കൊന്നും പറ്റില്ല കേട്ടോ. മീൻ കുറച്ച് മറിയാൻ മടിയെ തോന്നണ കാര്യം കണ്ടോ? പറഞ്ഞു ഇങ്ങനെ മറിച്ചിട്ട് ഒന്ന് മറിയും മീനെ എന്താ ഇങ്ങനെ വടി കിട്ടുവോ? ഞാൻ നല്ല പതിയെ ശൈലി ചേച്ചി പൊളി. ശൈലു അപ്പൊ അങ്ങനെ ശൈലു തെറ്റിട്ടുണ്ട് ഗൈസ്. ഉമ്മാക്ക് സാധിച്ചില്ല. ശൈലി ഞങ്ങളുടെ വീഡിയോ കാണാൻ വന്നോ? വീഡിയോ എടുക്കാൻ കാണാൻ. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ മീൻകുട്ട റെഡിയായി. ശൈലി ചേച്ചി താങ്ക് യു ഉമ്മ. ഞങ്ങളുടെ മീൻ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. എന്റെ മീൻ എന്താ ഇങ്ങനെ നല്ല നല്ല വികൃതി മീനാട്ടോ. രണ്ട് മീനും നേരം അപ്പുറത്തും ഇപ്പുറത്തും മറിയാൻ നല്ല പാടുണ്ട്. പ്ലേറ്റ് വാഴ കിട്ടാത്തോണ്ട് വാഴ ട്യൂപ്പ് വെച്ച് ഞങ്ങൾ. അതെ വാഴന്റെ ഡ്യൂപ്പ്. ഈ എന്റെ കൊമ്പ് മട്ടിട്ട് ഇനി എന്തിനാണ് ഞങ്ങൾ ബാക്കിയുള്ള അടി ഇടുന്നത്? കൈയുടെ മസാല കയ്യിലേക്ക് ഇടാതെ ഒന്ന് കഴിച്ചല്ലോ. മതി. നെൽസാത്ത ഇതെന്താ ചെയ്തത്? ഫ്രോക്കില്ലേ അതിന് വെച്ചിട്ട് ഓടി. അത് ഇപ്പൊ ടേസ്റ്റ് അറിയണ്ടേ? ഇവർക്ക് നോക്കട്ടെ. ചൂടുന്ന ആലത്ത് എന്നിട്ട് മതി. ഇപ്പൊ ആ മീൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ടോ. നമ്മുടെ ഈ മീൻ കണ്ടോ ഇപ്പോഴും കഴിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതിന് അരികൾ മാറ്റിയിടണം. കുറെ കൊണ്ടിരുന്നത്. ഇനി ഞാൻ അങ്ങോട്ട് പോകണേ. അപ്പൊ നമുക്ക് അവിടെ നിന്ന് കാണാം. അപ്പൊ ഗൈസ് ഞാൻ വന്നിരുന്നു കേട്ടോ. ഫസ്റ്റ് ഞാൻ കേട്ടോ വന്ന്. പിന്നെ റബി താത്ത വന്ന് ഇന്ന് തന്നെ അവിടെ കിടത്തിട്ടാണ് കഴിച്ചത്. അപ്പം
നമുക്ക് കഴിക്കാൻ തുടങ്ങിയാലോ? ഇതാട്ടോ ഇന്നത്തെ സ്പെഷ്യല്. കണ്ടോ നല്ല ടേസ്റ്റ് ചോറ്, മോരുകറി, മീൻ പൊരിച്ചത്. എന്നാ ഫുഡ് കഴിച്ചു റൂബി താത്ത ഹിബ. പറഞ്ഞതുപോലെ അറക്കിട്ട് ഞാൻ പറയുന്നത് നമുക്ക് ലൗബിതാ മറ നാരങ്ങ എങ്ങനെയാണ് കഴിക്കാം അല്ലേ? അയ്യോ ഞാൻ പിഴിഞ്ഞുതരാം. ഞാനാക്കാം. മതിയില്ലേ? അല്ലല്ലേ ചിക്കൻ്റെ ഒരു ഇതുണ്ട് കഴിക്കും. കഴിച്ചോ. ഇത് മുഴുണ്ട് കഴിക്കും. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കണേ. അടിപൊളിയാവും. അടിപൊളി നിങ്ങൾക്ക് നല്ല ഇഷ്ടമായി. ഇനി എന്നും മായിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ. അപ്പൊ കൊച്ചൊന്നല്ലോ അങ്ങനത്തെ മീൻ എപ്പോഴെങ്കിലും വാങ്ങുള്ളൂ. ഞങ്ങൾ ചെറിയ കഷ്ണ മീനുകളൊക്കെ വാങ്ങണം. അതൊരിതാണ് അല്ലേ മീനോ? അതെ. പതുക്കെ കഴിച്ചാൽ മതി, ആരും കൊണ്ടുപോകില്ലേ. അടിപൊളി അടിപൊളി. എന്ന് ഇങ്ങനത്തെ വലിയ മീൻ വാങ്ങണം, അന്ന് ഇങ്ങനെ ഉണ്ടാക്കണം. നോക്കണം അപ്പൊ നിങ്ങളൊക്കെ പോയി ഫുഡ് കഴിക്കാൻ ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കട്ടെ ഗൈസ്. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, വാങ്ങി കഴിച്ചു നോക്കണം. ടേസ്റ്റ് വൈബാട്ടോ. അപ്പൊ ബൈ.